ആലപ്പുഴ മാന്നാറിലെ കലാകൊലപാതകത്തിൽ ഒന്നാം പ്രതിയായ അനിൽകുമാറിന്റെ മക്കളുടെ വിവരം തേടി ശിശു സംരക്ഷണ സമിതി. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. എ വി ജയശങ്കർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതായത് വേണു, ഏകദേശം കുറച്ച് സമയം മുമ്പാണ് ഈ ജില്ലാ ശിശു സംരക്ഷണ സമിതിയുടെ പ്രതിനിധി ഈ വീട്ടിലെത്തി കുട്ടികളുടെ വിവരങ്ങൾ തേടിയത്. ഈ വീട്ടിൽ 3ഓളം കുട്ടികളുണ്ട്. ഈ കലയുടെ മകൻ ഉൾപ്പെടെയാണ് ഈ കുട്ടികളുടെ വിവരങ്ങളാണ് ഈ പ്രതിനിധി എത്തി തേടിയത്. ഈ വീട്ടുകാരുമായി ബന്ധപ്പെടാനുള്ള മൊബൈൽ നമ്പർ, ഈ കുട്ടികളുടെ പേര്, വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ എഴുതി വാങ്ങിയിട്ടുണ്ട്. ഇത് ജില്ലാ ശിശു സംരക്ഷണ സമിതിക്ക് കൈമാറും. ജില്ലാ ശിശു സംരക്ഷണ സമിതിയുടെ നിലവിലെ തീരുമാനം ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകാനാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായ മാധ്യമ വാർത്തകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, പോലീസ് നടപടി ഉൾപ്പെടെ വീട്ടിലുണ്ടായ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ സെപ്റ്റിക് ടാങ്ക് പൊളിച്ച നടപടികൾ ഉൾപ്പെടെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടാകാമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് നിലവിൽ കൗൺസിലിംഗ് നൽകാൻ തീരുമാനിച്ചത്. എപ്പോൾ ഈ കൗൺസിലിംഗ് നൽകുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നിലവിൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഈ കൗൺസിലിംഗ് നൽകി കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ബാധിക്കാതിരിക്കാനുള്ള നടപടികളാണ് സമിതി ചെയ്യുന്നത്. കാരണം ഈ വീട്ടിലുള്ള കുട്ടികൾ 18 വയസ്സ് കഴിയാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളിലൊന്നും ഇവരെ നേരിട്ട് ബാധിക്കുന്നതല്ല. പക്ഷേ അത് ഇവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കരുത്. ഇക്കാര്യം പോലീസിനും സമിതി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ പോലീസ് കാവൽ ഉൾപ്പെടെയുണ്ട്. ഇതൊന്നും ഈ കുട്ടികളുടെ നേരേക്കാവരുത്, കുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന തരത്തിലാകരുത്. കുട്ടികളോട് സൗമ്യമായി അവരോട് സഹകരിച്ച് പെരുമാറണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിൽ കൗൺസിലിംഗ് നൽകാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്തായാലും ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും. അതിനുശേഷം ഈ വീട്ടിലെത്തി തന്നെ ശിശു സംരക്ഷണ സമിതി കുട്ടികൾക്ക് കൗൺസിൽ നൽകാനുള്ള ഒരു സാധ്യതയാണ്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം ഇന്ന് വൈകുന്നേരത്തോടെ തീരുമാനം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സമിതി നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. വേണു, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.